വെൽക്കം ടു മൈ വീഡിയോ. മൈ നെയിം ഈസ് കാർത്തിക്. വെൽക്കം ടു ഫൺ സ്റ്റഡി. അപ്പം നമ്മൾ ഇന്ന് ബയോളജീൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് പെടുന്ന ഒരു ഹൈ പ്രോബിലിറ്റി ചാൻസ് ഇല്ല എന്ന സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടഫ് വരുന്ന നല്ല ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. സിമ്പിൾ ചാപ്റ്ററാണ്, വലിയൊരു പണിയുമില്ല പഠിക്കാൻ. എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും സിമ്പിളായ വേറെ ചാപ്റ്റർ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ കൂടെ ഇത് പഠിച്ചു പോവാം. അത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇനിയിപ്പം കണ്ടന്റ് പറഞ്ഞ് പഠിപ്പിക്കൽ നത്തിങ് ബി ഇമ്പോസിബിൾ. അപ്പം നമുക്ക് ഇത്രയും കുറച്ച് ലെങ്തിയായ ചാപ്റ്ററാണ്, കുറച്ചധികം ലെങ്തിയായ ചാപ്റ്ററാണ്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ചധികം ടഫാവാൻ ചാൻസ് ഉള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Analysis the statement. Analysis the statement and reasons and choose the correct answer. Statement fever is considered as a defense mechanism. അതെ, അപ്പം ഇത് കട്ട് ചെയ്തു. The high temperature helps feed phagocytes, engulf and destroy the pathogen faster. അതെ, കറക്റ്റാണ്. അപ്പോൾ ഇതിന് ഉത്തരം എ ആണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് ഓക്കെ. The innate immunity is called non-specific immunity. Innate immunity and non-specific immunity. Non-specific immunity recognize and resistance specific pathogens. അല്ല, ഫസ്റ്റ് ശരിയാ, ഒന്ന് ശരിയാ, രണ്ടല്ല. എസ് അല്ല, പക്ഷെ എക്സ്പ്ലനേഷൻ പോലും അല്ല. This one. Analysis statement answer. വാക്സിൻ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും ജസ്റ്റ് ഒന്ന് പറയുക. കാരണം എനിക്ക് നിങ്ങൾ എന്നെ ചെറുതാക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റൂലല്ലേ? പറ്റൂല. വേണ്ട. അതായത് സ്റ്റേറ്റ്മെന്റ് ആൻസർ ചൂസ് ദ കറക്റ്റ് reason and choose the correct answer. Vaccine helps in development and acquired immunities. Vaccine helps to develop acquired immunities. Acquired immunities ഉണ്ടാക്കാൻ വേണ്ടി vaccine help ചെയ്യും. Acquired immunities, okay. Vaccine stimulate the production of antibodies. Stimulate ചെയ്യും. ഇത് ശരിയാ. ബി ശരിയാ. ബി തെറ്റുള്ളത് നല്ല. ബി ശരിയാ. എസ് അപ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ വാക്സിൻ ഇത് ഫാസ്റ്റ് ശരിയെന്ന് തോന്നുന്നു. കാരണം വാക്സിൻ അക്വേഡ് ഇമ്മ്യൂണിറ്റി തന്നെ. അപ്പം കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലാന്ന് തോന്നുന്നു. എക്സ്പ്ലനേഷൻ തന്നെയാണ്. Analysis the statement and answer and choose the correct answer. Statement is saliva and tears contain lice. അത് saliva, okay. Lice destroy vaccines entering the body. അതെ, correct ആണ്. Explain the statement and reason the choose the correct answer. The blood coating prevent excessive blood flow. Okay. Fibrin network forms trap the blood coating. അതെ, ശരിയാ. Which of the following easy? 3 ഈസിനോഫില. ഈസിനോഫില. ഇത് ന്യൂട്രോഫില. 2 ന്യൂട്രോഫില. മോണോസൈറ്റ് ഉണ്ടോ? ഇല്ല. 1 ബാസിനോഫില. ഇത്ര മാത്രം നോക്കുക. ഒറ്റ നോട്ട് മനസ്സിലാവും. ബാസിനോഫില. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ന്യൂട്രോ പറയുമ്പോൾ ഓട്ടോ. ഓട്ടോക്ക് 3 ചക്രം.
ഓട്ടോക്കൊക്കെ എത്ര 3 ഏക്കർ. കരിക്കിൻ്റെ ഒരു ഡയലോഗില്ലേ, നിസ്സാരം. നിസ്സാരത്തിന് ഇംഗ്ലീഷ് എന്താ? ഈസി. ഇത് നമ്മൾ ഈസിയായി ചെയ്യണം. നമ്മൾ നടക്കണമെങ്കിൽ 3 കാലുണ്ടെങ്കിൽ 3 നടക്കുന്ന സ്പീഡ് കൂടും. നമുക്ക് ഈസി ആയിരിക്കുമോ? 3 കാലുണ്ടെങ്കിൽ ഈസി അല്ല. ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? 2 എണ്ണം വേണം. നമ്മളെ കാലിൻ്റെ എണ്ണം, നമുക്ക് നടക്കേണ്ട എണ്ണം എത്ര കാലിന്? നമുക്ക് 2 എണ്ണം. അപ്പോൾ ഈസി ആകുമ്പോൾ ഈസിനെസ്. ഓക്കെ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് മെൻ. ഇങ്ങനെ വന്നാൽ ആലോചിക്കുക, സ്കിന്നിൻ്റെ അകത്ത് ഉണ്ടാവും സ്വെറ്റ്, സ്കിന്നും സ്വെറ്റാ. HCl സ്റ്റൊമക്കില്ല. അപ്പം നോക്കാം, ഒന്ന് ഡിയാ, ഒന്ന് ഡി വരാതെ എല്ലാം പിടിക്കും. ഒന്ന് ഡി വരാതെ, ഒന്ന് ഡി വരാതെ ഇ അല്ലല്ലോ, സി അല്ലേ? ഒന്ന് സിയാ സ്റ്റൊമക്കല്ലേ? ഇത് കിട്ടി, ഇതും കിട്ടി, 2 എണ്ണായി. വാക്സ് ഇയറില്ല. അപ്പം 2 ഡി വരണം, 2 ഡി. ശരി. ഇതിന് കറക്റ്റ് പേർ ചെയ്യാം. മോണോസൈറ്റ് ആണോ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല, മോണോസൈറ്റ് അല്ല. മോണോസൈറ്റ് ന്യൂട്രോഫിൽ. അപ്പം 4A ആയിരിക്കും. 4A വരണം. അതെ, 4A വരാതെ ഇവനേ ഇല്ല. 4A വരാതെ. അപ്പം 4A ഡിസ്ട്രോയ് പാസ് 1D. 4A 1D. 4A 1D. 4A 1D. 4A 1D. എലിമിനേഷൻ മെത്തേഡ് 4A 1D. ഓക്കെ. കറക്റ്റ്ലി അറേഞ്ച് ചെയ്തത് ഏതാണ്? 4A ഒറ്റ ദിവസം. HIV പറയുന്നത് എന്താ? HIV പോളിയോക്ക. അപ്പം 3C 4A. 4A കിട്ടി. 3C 4A HIV OPV. HIV ഇതല്ലേ, എയ്ഡ്സല്ലേ? ഞാൻ പൊട്ടത്തിനെ വെച്ച് പറയുന്നത്. HIV എയ്ഡ്സ്. അപ്പം OPV പോളിയോ വാക്സിൻ 2C. MMR ഇതാ D. Select and write the correct answers. B lymphocytes produced and mature in thyroid gland. B lymphocytes produced and mature in thyroid gland. T produce the antigens. Which are the proteins that act against the antigens? Proteins that act against the antigens necessarily present. ഒന്ന് തെറ്റാ. ബോൺ മാരോ പ്രൊഡ്യൂസ് ആവുന്നു അല്ലേ? ഒന്ന് തെറ്റ്, 2 ശരി. ആൻസർ തെറ്റുകളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടണം. സെലക്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു phagocytosis.
The process of engulf and destroy the pathogen. Engulf and destroy the pathogen വരുന്നത് process of destroy raise the body temperature ഇല്ല. New monocyte participate in this, yes. Cause the blocking of blood growth ഇല്ല. അപ്പം 1 ഉം 3 the defense mechanism prevent from breath. innate or നേരത്തെ ഉണ്ടാകുന്ന innate which cell division cell produce antibodies ഉണ്ടാകുന്നത് T lymphocyte, which chemical cause blood vessels to dilute during the inflammatory response. ഹിസ്റ്റമിൻ അല്ലേ, ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് അല്ലെങ്കിൽ പൈറജൻ ഓർ ഹിസ്റ്റമിൻ ഓർ പൈറജൻ ഹിസ്റ്റമിനാണോ പൈറജനാണോ ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ, എന്ത് ചെയ്യും? ഹിസ്റ്റമിൻ തന്നെയാണെന്ന് തോന്നുന്നു, ഹിസ്റ്റമിൻ തന്നെ. Which vaccine contains neutral pathogen? പഠിച്ച ഓർമ്മ അറിയില്ല. Which process prevent the blood loss and entering of pathogens? Prevent the blood loss and entering the lungs. Blood loss control ചെയ്തതിൻ്റെ C. Which white bloods are indicated in the figure? ഈ ഫിഗറിൽ ഒറ്റൊന്നാണ് മോണോ ആക്ട് ചെയ്യുന്ന ഒറ്റക്കല്ലേ. മോണോ ആക്ട് ചെയ്യുന്നത് എന്താ? ഒറ്റക്കായിട്ടാണ്. അപ്പോൾ ഒറ്റക്ക് ചെയ്യുന്നത് മോണോ ആക്ട്. അപ്പോൾ ഇത് മോണോസൈറ്റ്. What are the function of these white bloods? Engulf and destroy pathogens. External ones എന്തൊക്കെയാണ്? The process of blood coatings are given below. Arrange them in the correct order. First എന്ത് ചെയ്യും? Platelets and damaged cells, അതായത് enzyme called തെറാപ്പിൻ. ഇത് ഫസ്റ്റ്. അപ്പം ഈ തെറാപ്പിൻ കൺവേർട്ടഡ് പ്രോത്തോബിൻ എന്ത് ചെയ്യും? പ്രോത്തോമിനാക്കും. പ്രോത്തോർബിന് തേർഡ്. അപ്പം അതിനുശേഷം ഫൈബ്രിൻ that we can see 1 2 3 4 important. ഇത് മോഡൽ എക്സാമിന് വന്നിരുന്നു. മോഡൽ എക്സാമിന് ഇത് തന്നെയാണോ വന്നേ? പ്രോത്തോമിൻ ആക്കിയിട്ട് അല്ല, ഇതിൻ്റെ അകത്ത് ബ്ലഡ് കോട്ടിങ്ങിൻ്റെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. സിമ്പിളായിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടാബുലേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അപ്രോപ്രിയേറ്റ്ലി. കറക്റ്റായിട്ട് ടേബിളേഷൻ അല്ല, ഇത് ഫ്ലോ ചാർട്ട് വെച്ച് ഇതിൻ്റെ ആയിരുന്നു. കീമോ റിസപ്റ്റേഴ്സ് അത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിൻ്റെ അത് കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. ഫോംഡ് ആൻഡ് മെച്യൂറിങ് ദ ബോൺ മാരോ. ബോൺ മാരോ ഫോം ചെയ്ത് മെച്യൂർ ആവുന്നത്. ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് ദ ഇൻഫെക്ട് സെൽസ്. ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് ദ ക്യാൻസർ സെൽസ്. Produce antibodies. That means 1 1 2 2 2 1 1 2 2. One 1 1 1 2 2. Vaccine is a compound, okay. Pair them given appropriately. Contain a part of pathogens ഉണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ.
correct the line. Indian is a natural defense system that exists in the bone. Okay, non-specific immunity is that does not consider the type or mode of the attack is known as an അല്ല acquired specific. Specific immunity immunity is the defense of mechanism that does not consider the type or mode of acquired immunity. Phagocytosis. Phagocytosis. How does a vaccine as a weapons against ഇത് മെയിൻ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യനാണ്. നല്ല ഹൈ A+ ക്വസ്റ്റ്യൻ എന്നെല്ലാം പറയാൻ പറ്റിയ ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. A+ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പം how do vaccines act as the weapon against diseases? ഈ വാക്സിൻസ് എന്ത് ചെയ്യും? നമ്മുടെ ടീം ലിംഫോസൈറ്റിന് ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് ദിസ് ബാക്ടീരിയ വൈറസിനെ ഇത് നമുക്ക് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അത് ലോങ് ആയിട്ട് ചെയ്യേണ്ട ഹെൽപ്പ് നമുക്ക് ചെയ്യും. അത്രയേ ഉള്ളൂ. Feverish condition that occur in the body rising by the normal. What is the normal temperature level? നോർമൽ ടെമ്പറേച്ചർ 37°C അല്ലേ? What is the reason for increasing in the body temperature? What is the reason for increase in the body temperature? Body temperature increase ചെയ്യാൻ കാരണം എന്താണ്? ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇത് ഫാറ്റ് എന്തുകൊണ്ടാണ്? കാരണം ഇത് ഫാക്ടൻസ് കൊണ്ട് വരുമ്പോൾ ഒരു ഡിഫൻസീവ് മെക്കാനിസം എന്ന രീതിയിൽ നമ്മളെ ബ്രെയിനിനെ മെസ്സേജ് പോകുമ്പോൾ മെയ്തൊരു ട്രിഗർ ചെയ്യും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സാധനം നോർമലായിട്ട് അതിൻ്റെ ബ്ലഡ് ഇതിനെ നമുക്ക് കൊല്ലാനുള്ള പവർ കൂട്ടും. വിച്ച് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻഡിക്കേറ്റ്സ് ഇതാണ്. ദിസ് ഈസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. വാട്ട് കോസിങ് ദ ഡയറക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്? ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ്ഡ്. അതായത് എവിടെ മുറിഞ്ഞ് എന്തെങ്കിലും സാധനം ഉള്ളിൽ കയറുന്ന ടൈമിന് ഹിസ്റ്റമിൻ അവിടെ പ്രൊഡ്യൂസ് ആകും. ഹിസ്റ്റമിൻ എന്ത് ചെയ്യണം? ബ്ലഡ് ഫ്ലോ ഡയല്യൂട്ട് ചെയ്യും. അവിടെ സെക്കൻഡറി ലെവൽ റെസ്പോൺസ്. ഇതെങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ആകുന്ന ടൈമിന് നല്ലൊരു റെസ്പോൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ആകുമ്പോൾ എന്താവും? നല്ലൊരു ഫോഴ്സ് ഓർ പവറായിട്ടുള്ള സാധനം അവിടെ കയറും. മോണോസൈറ്റും ഈസിനോഫിലും ന്യൂട്രോഫിലും അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇത് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ ഫാക്ടൻസ്. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഒബ്സർവേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ലെവൽ പ്രോസസ് ഇതാണ് ഫാഗോസൈറ്റോസിസ്. ആ ഫസ്റ്റ് സാധനം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീ മോഡലിന് വന്നു, മോഡലിന് വന്നു, മറ്റേ മോഡൽ എക്സാമിൻ്റെ മോഡൽ പേപ്പർ സെറ്റ് എയിലുണ്ടായിരുന്നു, ബിയിലുണ്ടായിരുന്നു, സിയിലുണ്ടായിരുന്നു. ഇത്രയും ഇമ്പോർട്ടൻ്റാണ് ഇതും. പിന്നെ CRISPR-Cas9 അടുത്ത ചാപ്റ്റർ വരുന്ന CRISPR-Cas9 ഇതുണ്ട്. അതും ഇത് രണ്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ്, ഹൈലി വരുന്ന. എൻ്റെ മനസ്സ് പറയുന്നത് 100% ഈ സാധനം SLCക്ക് ഉണ്ടാവും. ഇതുമല്ലാണ്ട് SLC കൊടുക്കാൻ പറ്റില്ല. ബ്ലഡ് സെൽസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇലിസ്ട്രേഷൻ. ഇതിനകത്ത് വരുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് WBC സെൽസ് എന്തൊക്കെ വെച്ചാൽ ഒന്ന് മോണോസൈറ്റ് ആണ്,
പിന്നൊന്ന് ഈസിനെസ് ഇല്ല, കഴിഞ്ഞു. അതിനാണുണ്ട് വിച്ച് പാർട്ടീസ് റെപ്രസെൻറ്റേറ്റ് എക്സ് ആയിട്ട് ഇവിടെ പാർട്ടി റെപ്രസെൻറ്റ് ചെയ്ത് ഇത് ലൈസോമ ഫാഗോന്റെ ഫാഗോലൈസോസിസ് എന്നൊരു ഫോമിലേക്ക് മാറും, ഫാഗോലൈസോസിസ്. അപ്പം ഇതിലെ ലൈസോജൻ ആണ്, അപ്പോൾ റിസപ്റ്റേഴ്സ് ആണ്. ഇത് പാത്തജൻ ഉള്ളിലേക്ക് റിസപ്റ്റേഴ്സ് കണ്ടുപിടിച്ചു. ബ്രെഡ് സ്റ്റഡി അല്ല, എന്തൊക്കെയുണ്ട് മന? അസ്സലാം വലൈക്കും വലൈക്കും പറഞ്ഞ് വെൽക്കം ടു വേൾഡ് അല്ലെങ്കിൽ നാളെ പേര് ഇപ്പം എൻ്റെ കയറി. അപ്പം വെൽക്കം ടു കാർത്തിക് ബോഡി എന്നെല്ലാം പറഞ്ഞ് ഹബീബി വെൽക്കം ടു കാർത്തിക് ബോഡി എന്നെല്ലാം പറഞ്ഞ് നല്ല കുട്ടപ്പനെ കൊണ്ടുപോയി ഇപ്പുറത്ത് കുറച്ച് ചെറിയ പന്തി തുടങ്ങി. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നു. ആര് വന്നു? മോണതായിട്ടില്ല വന്നു. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവനൊക്കെ ഒരു വിശേഷിപ്പുണ്ടല്ലോ. എപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ലൈസമെന്റ് ഹൗ ആർ യു? ഗുഡ് ആയിരിക്കുന്നു, മൂവിലും വന്നെങ്കിലും സുഖമായിരിക്കുന്നു. അപ്പേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ലൈസോജൻ വന്നിട്ട് ലൈസോസോമിൻ്റെ പണി തുടങ്ങി. എന്നെ കൊന്നു, എക്സ്പെൽ ചെയ്തു, കഴിഞ്ഞു, സുഖം. ഇപ്പം ഇത്രയും നേരം ആരെ കളിയാക്കി? അപ്പം പൊട്ടനാ ഒന്നും ഇയാൾ വിചാരിക്കും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ട് അവസാനം ഇവന്മാരെല്ലാം കൊണ്ട് കൊന്നു. അത്രയല്ലോ. വിച്ച് പാർട്ട് റെപ്രസെൻറ്റേറ്റ് എക്സ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് എക്സ് ഇൻ സെക്കൻഡ് ലെവൽ മീൻസ് ഇതാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഈ എക്സ് എന്ന പ്രോസസ്സിന് അവിടെ ഡിസ്ട്രോയ് ചെയ്യാവുന്നത്. ലൈസോസൈം വന്ന് ഇതിനകത്ത് നിന്ന് കയറി ഇത് പുതിയ ഒരു പ്രൊഡക്റ്റായി മാറി. ആ പ്രൊഡക്റ്റിനകത്ത് ഉണ്ടായ ആ ഒരു സ്റ്റേജിൽ നിന്ന് അത് പാത്തജൻ്റെ ഇതിനെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിനെ എക്സ്പെൽ ചെയ്യും. എക്സ്പെൽ പല രീതിയിലായിരിക്കുമേ. ഓക്കെ, ഇതിപ്പം വേറെ തന്നെയാ. ഇതിൽ ഇത്ര പഠിച്ചാൽ തന്നെ ഏകദേശം എൻ്റെ മനസ്സ് പറയുന്നു ഈ ചാപ്റ്ററിന് 7 മാർക്കിൻ്റെ അകത്താണെങ്കിൽ ഞാൻ പറയുന്നത് 5 മാർക്ക് വേണ്ട 6 മാർക്ക് കിട്ടും. വേണ്ട 5 മാർക്ക് തന്നെ 5 മാർക്ക് സുഖം. ഇപ്പോൾ കൂടിയാൽ കുഴപ്പമില്ലല്ലോ, കുറഞ്ഞാലേ പ്രശ്നമില്ലല്ലോ. അപ്പം 4 മാർക്ക് എന്തായാലും കിട്ടും. 3 മാർക്ക് നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഇതൊക്കെ മുക്കുന്നു മൂലം ചോദിച്ചാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം എല്ലാവരും വായിച്ചിട്ട് പോവാം.